എല്ലാവർക്കും മല്ലു ഫുട്ബോൾ റൂമേഴ്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൂമർ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ളവർ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. ടോം ആൽഡ്രഡ് എന്ന പ്ലെയറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പൊക്കാൻ നോക്കുന്നു എന്നുള്ള ടീമിൽ കൊണ്ടുവരാൻ നോക്കുന്നു എന്നുള്ള ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതിലെത്രത്തോളം റിയാലിറ്റി ഉണ്ടെന്നാണ് സംഭവം നമുക്ക് പറയാൻ കഴിയുക. ഒരു 61% കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നെടുത്ത ഒരു ഡീറ്റെയിലുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴികെ വെസ്റ്റേൺ സിഡ്നി വാൻഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബും പാടി നോട്ടമിടുന്നുണ്ടെന്നും ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ന്യൂസിലുണ്ട്. അതുമാത്രമല്ല, ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഇന്ത്യൻ ക്ലബ്ബിൻ്റെ കോൺട്രാക്റ്റ് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു 61% ടോം ആൽഡ്രഡ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ചാൻസുകളുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇത് ലെസ്കോവിച്ച് എന്ന് പറഞ്ഞ പ്ലെയർ ടീം വിട്ടു പോകുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ വലിയൊരു സെൻറ്റർ ബാക്കാണ്, ലെജൻഡറി സെൻറ്റർ ബാക്ക് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സെൻറ്റർ ബാക്കാണ്, ക്രൊയേഷ്യൻ പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പകരം സ്കോട്ടിഷ് ഇൻ്റർനാഷണൽ ഒരു പ്ലെയറാണ് ടീമിലെത്തിയിരിക്കുന്നത്. ടോം ആൽഡ്രഡ് എന്നാണ് പേര്. സ്കോട്ടിഷ് താരമാണ്. ഇപ്പം ഓസ്ട്രേലിയൻ ലീഗായ എ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസ്ബൺ റോവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലബിന് വേണ്ടിയാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഫേമസ് ക്ലബ്ബാണ്, AFC ഒക്കെ നേടിയ ക്ലബ്ബാണ്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള തർപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ഒരു ഇന്ത്യൻ ക്ലബ്ബ് നോട്ടമിടുന്നുണ്ടെന്നും അതിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വാർത്തയിൽ 61% കേരള ബ്ലാസ്റ്റേഴ്സിന് സാധ്യത ഉണ്ടെന്നും പറയുന്നത്. ആകെ 2 ക്ലബ്ബുകളാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വാർത്തയിലുള്ളത്. വല്ല മോഹൻ ബഗാനാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ്